ഹലോ, ഇത് നമ്മളെ ക്ലബ്ബാണ് കേട്ടാ. അപ്പൊ നാട്ടിൽ ഉത്സവമായതുകൊണ്ട് ക്ലബ്ബ് ഒന്ന് മിനിക്കാൻ വേണ്ടിട്ട് പിള്ളേർ ഒന്ന് സെറ്റ് ആക്കി വെക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഇതാ ഓരോ ആൾ ആടുന്ന് ഇവിടുന്ന് പെയിന്റ് എല്ലാം അടിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ഇടയിൽ വെറുതെ നിൽക്കുന്നു. ശേഷം ഇവിടുന്ന് ഞാൻ നേരെ പോകുന്നത് ഫ്ലവർ ഷോ കാണാൻ. അങ്ങനെ ഞാനും അമ്മയും ഏച്ചിയും കൂടി ഫ്ലവർ ഷോ കാണാൻ വേണ്ടി വന്നിട്ടാ ഉള്ളത്. എന്നിട്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക, നേരെ അപ്പുറത്തേക്ക് പോവാ. കയറി നടക്കുക ഒരാളുണ്ടാവും, ഓറ കൈമ കൊടുത്ത് ഓർ കയറിയിട്ട് തരും. അതിന് ശേഷം ഉള്ളിലേക്ക് കയറാട്ടാ. അങ്ങനെ ഉള്ളിലെത്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണാടിയിൽ പുഷ്പോത്സവം എന്ന് കണ്ടത്. ശേഷം ഞാൻ എന്താക്കി ആടുന്ന് ഒന്ന് വെറുതെ ഇങ്ങനെ എന്റെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. നമ്മൾ ഇവിടെ കയറുമ്പോ ആദ്യം തന്നെ കാണുന്ന കാഴ്ചയാണ് ഇതല്ലോ. പലതരത്തിലുള്ള ചെടികളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ചില്ലും കൂട്ടിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല അടിപൊളിയിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാണുമ്പോ തന്നെ ഒരു ഇതുണ്ട് കേട്ടാ. അങ്ങനെ ചെടികളെല്ലാം നല്ല വൃത്തിക്ക് നല്ല സ്റ്റൈലാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വാങ്ങാൻ പറ്റുന്നതാണ്. പുഷ്പോത്സവം എന്ന പേര് പോലെ തന്നെ പലതരത്തിലുള്ള പൂക്കളും ചെടികളെല്ലാം ഇവിടെ ഉണ്ട്. മണ്ണും വേണ്ട, വളവും വേണ്ട, വായും വേണ്ട, അങ്ങനത്തെ തരത്തിലുള്ള ഒരു സസ്യം ഇവിടെ ഉണ്ട്. ഈ ഫ്ലവർ ഷോ ഇവിടെ കണ്ണൂര് വന്നിട്ട് കുറച്ചായെങ്കിലും ഞാൻ പോയത് ലാസ്റ്റോട്ടാണ്. അതായത് കഴിയുന്ന ആ ദിവസമാണ് ഞാൻ പോയത്. ഞാൻ വിചാരിച്ച് നല്ല തിരക്കുണ്ടാവും, പക്ഷെ വിചാരിച്ചത്ര തിരക്കും കാര്യമൊന്നും ഇല്ലാത്തോണ്ട് എല്ലാം കാണാനും ആസ്വദിക്കാൻ പറ്റീനി. ഇവിടെ പ്രത്യേക എഴുതി വെച്ചിന് പൂക്കൾ പറിക്കരുത്. പിന്നെ ഈ കാണുന്നത് ഒരു കൃഷി രീതിയെ കുറിച്ച് പറഞ്ഞതാണ്. ഇതിന്റെ ഉള്ളില് നല്ല സമാധാനത്തോടെ എല്ലാം കാണണമെന്നും ആസ്വദിക്കണമെന്നും എനക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിന്റെ ഉള്ളില് നല്ല ചൂടാണ്. ഇവർ ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഫാന് വെക്കാത്തതിന്റെ കാരണം എന്താന്ന് ഞാൻ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തായാലും എന്താ, അങ്ങനെ ചൂടെല്ലാം എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ എത്തുന്നത് ഇതേപോലത്തെ ഐസ്ക്രീം സ്റ്റാളിലാ. അപ്പൊ ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ബിസിനസ് കണക്ഷൻ ഉണ്ടാവും. ചങ്ങായി ഇവിടുന്ന് വിറ്റുകൊണ്ടിരിക്കുന്നത് പഴയകാല മുട്ടായി അല്ലാന്നേ. ഈടെ ബുക്ക് സ്റ്റാളില് നല്ല കളക്ഷൻസ് ഉണ്ട്. ഇതിന്റെ തൊട്ടപ്പുറത്ത് നല്ല മസാജിങ് മെഷീൻ എല്ലാം വെച്ചിട്ട് നല്ല ഇക്കിളിയിലാക്കി തരുന്നുണ്ട്. അങ്ങനെ ചങ്ങായി എന്നെ കണ്ട പണക്കമാക്കി നല്ല ചിത്രം എല്ലാം വരച്ചിട്ട് ഇതിന്റെ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഓന് നല്ല സംശയമുണ്ട് ഇതിൽ നേതെടുക്കണമെന്ന്. ഈ സംശയം പണ്ട് നമുക്കുണ്ടേനു. ഈ ചങ്ങായി സമാധാനത്തിൽ ഇടുന്നാക്കുമ്പോ അപ്പുറത്തുനിന്ന് വേറെ ചങ്ങായി പടച്ചിട്ടുണ്ടാക്കുന്നുണ്ട്. അയാൾ എന്തിനിങ്ങനെ പടക്കുന്നേ അയാൾക്ക് പോലും അറിയില്ല. അയാൾ ഉണ്ടാക്കുന്നത് വിൽക്കാൻ തന്നെയാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അതെല്ലാം തെറിച്ച് പുറത്തേക്കാ പോന്നെ. ഈടാ കുട്ടികൾക്ക് കളിക്കാനോ ആസ്വദിക്കാനോ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സമയം പോന്നെ അറിയില്ല. അങ്ങനെ സമയം അങ്ങ് എത്തിയപ്പോ പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ വണ്ടി കാണുന്നില്ല. അതായത് വണ്ടി വെച്ച സ്ഥലം മറന്നുപോയി. ഇത്രയും പാട് കാറുള്ളതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയൂലല്ലോ. അങ്ങനെ ഞാൻ വണ്ടീന്റെ അടുക്ക് എത്തി. അപ്പൊ ഓക്കെ, ബൈ.